ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ് ഐമാക്സ് 3Dയിൽ സിനിപോളിസ് ഐമാക്സ് വിത്ത് ലേസറിൽ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇതൊരു ഫിലിം ഫോർ ഐമാക്സ് വിത്ത് സ്വിച്ചിങ് ആസ്പെക്ട് റേഷ്യോ മൂവി വിത്ത് 3D കൺവേർഷൻ ആണ്. ക്യാപ്റ്റൻ അമേരിക്ക ആൻഡ് ദി ബ്രേവ് ന്യൂ വേൾഡ് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയെന്ന് കേട്ടോ, ഈ സിനിമയുടെ പേര് ഇങ്ങനെയല്ല ഇടേണ്ടത്. ക്യാപ്റ്റൻ ക്രിഞ്ച് അമേരിക്ക ആൻഡ് ദ ബോറിംഗ് പാസം വേൾഡ്, അങ്ങനെ വേണമായിരുന്നു ഇടാൻ. കെവിൻ ഫൈഗി ഈ സിനിമ കണ്ടിട്ടുണ്ടോ? എന്നിട്ടാണോ ഇത് അപ്രൂവ് ചെയ്ത് വിട്ടത്? എനിക്ക് ഡൗട്ടുണ്ട്. മാർവൽ ഷുഡ് സ്റ്റോപ്പ് മേക്കിംഗ് സച്ച് മൂവീസ് ആൻഡ് സ്റ്റോപ്പ് വേസ്റ്റിംഗ് അവർ ടൈം ആൻഡ് മണി. അങ്ങനെയാണ് എനിക്ക് ഫീൽ ആയത് ഈ സിനിമ കണ്ടിട്ട്. കാസ്റ്റിംഗ് തന്നെ റോങ് ആയിരുന്നു. ഓൾറെഡി ഫാൽക്കൺ ആൻഡ് ദി വിൻ്റർ സോൾജറിൽ തന്നെ എനിക്ക് ഈ ആൻ്റണി മാക്കിയുടെ ക്യാപ്റ്റൻ അമേരിക്കയുടെ വേർഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇത് കൂടാതെ ഇതിനകത്ത് ക്രിഞ്ച് ഫെസ്റ്റാണ്, ഒരു രക്ഷയില്ല. പാസവും ക്രിഞ്ചും, പിന്നെ ആവശ്യമില്ലാത്ത കുറച്ച് ക്യാമിയോസ്, 2 ക്യാമിയോ ഉണ്ട്, വന്ന് കൊണ്ടെന്ന് അപമാനിച്ചെന്നൊക്കെ പറഞ്ഞാൽ മതി. അങ്ങനത്തെ സാധനം. MCU ഒക്കെ ഇഷ്ടപ്പെട്ട ആൾക്കാർ ഇത് ചെന്ന് കണ്ടു കഴിഞ്ഞാണ്ടല്ലോ സഹിക്കൂല. ഇതാണ് ആദ്യത്തെ മാർവലിലുള്ള സിനിമ, ആ മാർവൽ സ്റ്റുഡിയോസ് എന്നുള്ള ആ ആന്തം ഉണ്ടല്ല അതില്ലാത്തത്. വെറുതെ അല്ല ഇതില്ലാഞ്ഞത്. കാരണം എനിക്ക് തോന്നിയത് മാർവൽ മറ്റേ സീനാണ്, ഇത് ഞങ്ങളുടെ പടം അല്ലട്ടാ എന്നുള്ള രീതിയിൽ ഈ സിനിമ കൊണ്ടുവന്ന പോലെ ഫീൽ ചെയ്തത്. ഐമാക്സ് കണ്ടിട്ട് പോലും എനിക്ക് ഈ സിനിമ ഇഷ്ടമായില്ല എന്നുള്ളതാണ്. എക്സ്പാൻഡഡ് ആസ്പെക്ട് റേഷ്യോ സ്വിച്ചിങ് ഉള്ള സിനിമയാണ്. ചില സ്ഥലങ്ങളിലൊക്കെ ആ ഐമാക്സ് ക്യാമറ വെച്ച് എടുത്തിരിക്കുന്ന ആ ഒരു എക്സ്പാൻഡഡ് ആസ്പെക്ട് റേഷ്യോ സ്വിച്ചിങ് വരും, പക്ഷേ അസ്ഥാനത്താണ് സ്വിച്ചിങ് വരണത് എന്നുള്ളതാണ്. റെഡ് ഹൾക്കിനെ കാണിക്കണ സീൻ തൊട്ടേ സ്വിച്ചിങ് വരണമായിരുന്നു. ഇതങ്ങനെയല്ല. റെഡ് ഹൾക്ക് വന്ന് കുറച്ച് ഇടിപിടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് സ്വിച്ച് ആവും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ റെഡ് ഹൾക്കിനെ കാണിക്കണ സീൻ തൊട്ടേ തന്നെ സ്വിച്ച് ചെയ്യണം എന്നായിരുന്നു എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ പലയിടങ്ങളിൽ ഇത് ഭയങ്കര ഫോഴ്സ്ഡ് ആയിരുന്നു, നാച്ചുറലായിട്ടൊന്നും ഫീൽ ആവുന്നുണ്ടായിരുന്നില്ല. ഐമാക്സ് ക്യാമറ വെച്ച് എടുത്ത് ഫിലിംഡ് ഫോർ ഐമാക്സ് ആണെന്ന് കാണിച്ച് എങ്ങനെയെങ്കിലും ആൾക്കാരെ മറ്റേ തിയേറ്ററിലേക്ക് വരുത്തണം. പടം എന്തായാലും വലിയ ഗുണമൊന്നുമില്ല, അപ്പോൾ എങ്ങനെയെങ്കിലും ആളെ വരുത്തിയേ പറ്റുള്ളൂ, കുറച്ച് പൈസ ഉണ്ടാക്കിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ രീതിയിൽ ഐമാക്സിനെ മുതലെടുത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തത് സിനിമ കണ്ടിട്ട്. പിന്നെ DMR 4K 3D പ്രിൻ്റ് അയച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എന്നിട്ട് വന്നപ്പോൾ ഞാൻ കണ്ടപ്പോൾ എനിക്ക് എന്താ ഫീൽ ചെയ്തതെന്ന് പറഞ്ഞിട്ടെ, ഇത് 4K DCP ആണ്, പക്ഷേ 2K പ്രിൻ്റാണ്. അതായത് 4K കണ്ടെയ്നറിൻ്റെ അകത്ത് 2K 3D DCP 4K കണ്ടെയ്നറിൽ അയച്ചതായിട്ടാണ് എനിക്ക് ഫീൽ ആയത്. അതായത് അപ്സ്കെയിൽഡ് പ്രിൻ്റ് എന്ന് പറഞ്ഞ പോലെ. ഞാൻ ഇവിടെ ഒരുപാട് സിനിമകൾ ഇപ്പോൾ കൊച്ചി ഐമാക്സിൽ കണ്ടിട്ടുണ്ട്. 4Kയും 2Kയും തിരിച്ചറിയാൻ എനിക്ക് പെട്ടെന്ന് പറ്റും. ഇപ്പം ഇത് തീർച്ചയായിട്ടും 2K പ്രിൻ്റ് ഇൻ 4K കണ്ടെയ്നറാണ്, അതെനിക്ക് ഉറപ്പാണ്. ഈവൻ 3Dയുടെ കേസ് ആയിക്കോട്ടെ, ചില സീനൊക്കെ നല്ല ഡെപ്ത് തോന്നിക്കുന്നുണ്ട്. ഐമാക്സിൻ്റെ DMRൻ്റെ ഗുണമാണ് കാണുന്നത്, ഐമാക്സിൻ്റെ 3Dയുടെ ഗുണമാണ്. പക്ഷേ ഭയങ്കര ഫോഴ്സ്ഡ് ആയിരുന്നടേ, ഒരു നാച്ചുറാലിറ്റി ഒന്ന് ഫീൽ ചെയ്യുന്ന ഒരുമാതിരി മനുഷ്യന്. ഈ സിനിമ ഒന്നാമതേ ഭയങ്കര വീക്കാണ്, ആർക്കും വയ്യ ഈ സിനിമയിൽ. ആൻ്റണി മാക്കി ആണെങ്കിൽ ഫുൾ ടൈം മറ്റേ കയ്യിൽ ഈ മറ്റേ ഷീൽഡും പിടിച്ച് കിടക്കുകയാണ്. ഞാൻ ക്യാപ്റ്റൻ അമേരിക്ക ഉണ്ടാ, ഞാൻ പുതിയ ക്യാപ്റ്റൻ അമേരിക്കയാണ്, എല്ലാവരും എന്നെ പരിഗണിക്കണം, ഞാൻ ക്യാപ്റ്റൻ അമേരിക്കയാണ്. ഫുൾ ടൈം ഇതാണ് സീൻ. പുള്ളിയുടെ മോൻ കാണിക്കാൻ കൂടുതൽ പുള്ളി ഷീൽഡ് കാണിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇവിടെ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിക്കാൻ തുടങ്ങി. ഇത് കഴിഞ്ഞിട്ട് ഹാരിസൺ ഫോർഡ് ഇത്ര ലെജൻഡറി ആയിട്ടുള്ള ഒരു ആക്ടറെ കൊണ്ടുവന്നിട്ട് മറ്റേ എനിക്ക് വയ്യ. പുള്ളി എനിക്ക് തോന്നുന്നുണ്ട് റിട്ടയർമെൻ്റ് ആയിട്ട് വല്ല വീട്ടിൽ ഇരിക്കേണ്ടതിന് പകരം പുള്ളീനെ കൊണ്ടുവന്ന് നടക്കാൻ പോലും പുള്ളിക്ക് പറ്റണില്ല. അപ്പോഴാണ് പുള്ളീനെ കൊണ്ടുവന്നിട്ട് റെഡ് ഹൾക്കായിട്ട് തേഡിയസ് തണ്ടർബോൾട്ട് റോസായിട്ട് അഭിനയിപ്പിച്ചിരിക്കുന്നത്. പഴയ ആക്ടറെ തന്നെ വിളിച്ചാൽ മതിയായിരുന്നു. ഇത് എനിക്ക് പുള്ളിയെ ഭയങ്കര ഇഷ്ടമാണ്. സ്റ്റാർ വാർസിലൊക്കെ ആണെങ്കിലും ശരി, ബ്ലേഡ് റണ്ണറിലൊക്കെ. പക്ഷേ ഇതിനകത്തല്ല, പുള്ളിക്ക് വയ്യ. അതായത് പുള്ളി മറ്റേ സീനാണ്, ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ഞാൻ പൊക്കോട്ടെ എനിക്ക് വയ്യ, ആ സീനാണ്. ഇതൊക്കെ കൂടാണ്ട് ഒരു രീതിയിൽ ഇവരുടെ പെയറിങ് സെറ്റാണുള്ളത്. അതായത് ഒരു സൈഡിൽ ആ റെഡ് ഹൾക്കും ഇപ്പുറത്ത് ക്യാപ്റ്റൻ അമേരിക്ക, രണ്ടും ഒരുമാതിരി ഹിന്ദി സീരിയൽ ലെവൽ ഒരു സാധനമൊക്കെയാണ് ചില സമയത്തൊക്കെ തോന്നണത്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ആയത്. ഈ സിനിമ കൊണ്ട് ഒരു ഗുണമുണ്ടായി. ഞാൻ പണ്ട് എറ്റേണൽസ് കണ്ടിട്ട് ആ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആകെ ആ സിനിമയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നത് ആ ഒരു സെലസ്റ്റിയൽസിനെ കാണിച്ചിരുന്ന ആ ഒരു സീൻ, അത് വേറെ ലെവലായിരുന്നു, വേറെ റേഞ്ചായിരുന്നു. പക്ഷേ ഈ സിനിമ കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ അന്ന് എറ്റേണൽസിനെ കുറ്റം പറഞ്ഞാൽ ശരിയായില്ല എന്നുള്ളത്. ആക്ച്വലി ദിസ് മൂവി മെയ്ഡ് മീ അപ്രീഷിയേറ്റ് എറ്റേണൽസ് മോർ. അതാണ് എനിക്ക് ഫീൽ ആയത്. ഇതിനകത്ത് എറ്റേണൽസിൻ്റെ ബാക്കി പത്രമൊക്കെ കാണിക്കുന്നത്, കുറച്ച് പരിപാടികളൊക്കെ കാണിക്കുന്നുണ്ട്. ടിയാമോട്ടിനെയൊക്കെ
കാണിക്കുന്നുണ്ട് വിറച്ചിരിക്കുന്ന ടിയാമൂട്ട്. എൻ്റെ പൊന്നെ, സത്യം പറയാല മൂഡ് കളഞ്ഞ് രാവിലെ തന്നെ. ഇനിയിപ്പോൾ ഇന്ന് ഒരുപാട് വേറെ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ബ്രോമാൻസ്, ദാവീദ്, പൈങ്കിളി എല്ലാം കാണുന്നുണ്ട്. ഇനി അതൊക്കെ കണ്ട് മൂഡ് മാറ്റണം. രാവിലെ തന്നെ ഇതിന് കൊണ്ട് തലവെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ. ഐമാക്സ് ആയതുകൊണ്ടും ഫിലിം ഫോർ ഐമാക്സ് ആയതുകൊണ്ടാണ് പോയി തലവെച്ച് കൊടുത്തത്. പക്ഷേ ട്രെയിന് തലവെച്ച പോലെ ആയിപ്പോയി. തിയേറ്ററിന് ഞാൻ കുറ്റം പറയില്ല. വന്നിരിക്കുന്ന DCPയും അങ്ങനെ ആയിപ്പോയി. സിനിമയും ഒക്കെ മൊത്തത്തിൽ ഐമാക്സിൽ പോയിട്ട് വളരെ റെയറായിട്ട് ഒരു മോശം അനുഭവം ഉണ്ടാവുള്ളൂ. കഴിഞ്ഞ തവണ പെപ്സി ഐമാക്സ് കോറമംഗലയിൽ നെക്സസിൽ പോയിട്ട് ട്രാൻസ്ഫോമേഴ്സ് 1 കണ്ടപ്പോൾ എനിക്ക് മോശം അനുഭവം ഉണ്ടായി. അത് തിയേറ്ററിൻ്റെ മോശം അനുഭവമാണ്, അല്ലാതെ സിനിമ കണ്ടിട്ട് മോശം അനുഭവം ആയിട്ട് തോന്നിയല്ല. സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് രണ്ടാമത് ഞാൻ കാണാൻ പോയത്. ഓൾറെഡി മന്ത്രി സ്ക്വയറിൽ ഇപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. സിനിമ അത്ര ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് രണ്ടാമത് കാണാൻ പോയത്. ഇതങ്ങനെയല്ല, ഇത് തിയേറ്റർ ഗംഭീരം, പക്ഷേ സിനിമ ഇങ്ങനത്തെ ഒരു അവിഞ്ഞ വടമായിപ്പോയി എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. ഐ വുഡ് റേറ്റ് ഇറ്റ് ആസ് ദ വേസ്റ്റ് ക്യാപ്റ്റൻ അമേരിക്ക മൂവി. അത് ഉറപ്പാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ക്യാപ്റ്റൻ അമേരിക്ക ഫസ്റ്റ് അവഞ്ചർ ഫസ്റ്റ് പടം ആയിക്കോട്ടെ, വിൻ്റർ സോൾജർ ആയിക്കോട്ടെ, സിവിൽ വാർ, എൻ്റെ ഫുള്ള് MCUവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പടങ്ങളിലൊന്നാണത്. ഇൻഫിനിറ്റി വാറും സിവിൽ വാറും എൻ്റെ ഫേവററ്റ് പടം. അതിനകത്ത് ആ സിവിൽ വാറിൽ ബ്ലാക്ക് പാന്തർ ടീച്ചാലനെ കാണിക്കുമ്പോഴുള്ളൊരു സീനുണ്ട് മോനെ, അത് മാത്രം മതി ടിക്കറ്റ് പൈസയ്ക്ക് മുതലാണ്. അതൊരു സാധനം, ആ ടണലടിയിൽ അത് ഒരു 1.5 സാധനം വരുന്നത്. അതൊക്കെ വെച്ച് ഇതിനുണ്ടല്ല 7 16 അയലത്ത് വെക്കാൻ കൊള്ളത്തില്ല ഈ സിനിമ എൻ്റെ അഭിപ്രായത്തിൽ. ഇങ്ങനൊരു സിനിമ എന്തിനാണ് ഉണ്ടാക്കിയത്, എന്തിനാണ് പടച്ചു വിട്ടതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇത് ആരാണ് ഇവനെയൊക്കെ ക്യാപ്റ്റൻ അമേരിക്ക എടുക്കുക കാസ്റ്റ് ചെയ്തത്? ഇതിനകത്ത് ആ ബക്കിനെ പിടിച്ച് ക്യാപ്റ്റൻ അമേരിക്ക ആക്കിയാൽ പോലും എനിക്ക് ഇത്ര സങ്കടം വരില്ലായിരുന്നു. ബക്കി പിന്നെ നന്നായിട്ട് ചെയ്താൽ ഇതിനകത്ത് ബക്കിനെ പോലും അവർ നാറ്റിച്ച് വിട്ടിട്ടുണ്ട്. അങ്ങനത്തെ രീതിയിലെ ഒരു ക്യാമിയോ ശോകം തന്നെയാണ്. ശോകം. എൻ്റെ മൂഡ് പോയി എന്ന് പറഞ്ഞാൽ മതി. ഇതിനകത്ത് കാസ്റ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ ഭയങ്കര ബാഡാണ്. ഇതിനകത്തൊരു ഫീമെയിൽ ക്യാരക്ടർ ഉണ്ട്, അതിനെ കണ്ടാൽ തന്നെ ചിരി വരും. ഒരുമാതിരി ലോർഡ് ഓഫ് ദ റിങ്സിൽ നിന്ന് സ്മീഗിൽ ഇറങ്ങി വന്നേക്കണ പോലെയാണ് കോട്ടൊക്കെ ഇട്ടിട്ട്. അണ്ട് ഫൈറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ അമ്മ ഒരു സീനുണ്ട് ചിരിച്ച് മണ്ണ് അപ്പിയാൻ ആ ഫൈറ്റ് സീക്വൻസ് വന്നപ്പോഴേക്കും. ആൻഡി സർക്കീസിന് സ്മീഗിളിലുണ്ടായ ഒരു കൊച്ച്, അങ്ങനത്തെ ഒരു നടി. അത് എന്ത് ബാഡ് കാസ്റ്റിംഗ് ആയിരുന്നു അറിയാമോ. അതൊക്കെ ഭയങ്കര ശോകമായിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ പത്തറ്റിക് കാസ്റ്റിംഗ് ആയിരുന്നു. ഇതുകൂടാതെ ഇതിനകത്തൊരു പുതിയ ഫാൽക്കൺ ഉണ്ട്. എനിക്ക് ഫാൽക്കണായിട്ടല്ല തോന്നിയത്, ഏതോ കുരുവിയായിട്ടാണ് തോന്നിയത്. ഭയങ്കര ശോകം. എന്നെ സംബന്ധിച്ചിട്ട് പീക്ക് ബാഡ് കാസ്റ്റിംഗ്. ഈ സിനിമയുടെ അവസ്ഥ അങ്ങനെയൊക്കെയാണ്, മൊത്തത്തിൽ ശോകം. പിന്നെ ഒരു നടിയുണ്ട്, ഈ ആന്റണി മാക്കിയുടെ ലവ് ഇൻട്രസ്റ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനത്തെ രീതി ഒരു വൈബൊക്കെ അവിടെ ഇവിടെ ഒക്കെ അടിക്കും. പക്ഷേ ഭയങ്കര ബാഡ് കാസ്റ്റിംഗ്. എനിക്ക് മൊത്തത്തിൽ നെഗടിച്ച് സിനിമ കണ്ടിട്ട്. നിങ്ങളെന്തായാലും സിനിമ കണ്ടിട്ട് അഭിപ്രായം എങ്ങനെയുണ്ടെന്ന് പറയാം. എന്നെ സംബന്ധിച്ചത് ദിസ് വാസ് എ ബാഡ് മൂവി ബ്രോ. ഈവൻ ഐമാക്സ് കുഡിൻ സേവ് ഇറ്റ്. അത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ ഒരു പോസിറ്റീവ് കാര്യം തോന്നി. അതെന്താണെന്ന് പറയട്ടെ, ഇതിനകത്ത് കുറച്ച് സീനുകളുണ്ട്. ആ എക്സ്പാൻഡഡ് ആസ്പെക്ട് റേഷ്യോയിൽ കുറേ ജെറ്റ് ഫൈറ്റർ പ്ലെയിൻസിൻ്റെ അകത്തുനിന്നുള്ള ഒരു POV കാണിക്കണം. അത് കണ്ടപ്പോൾ എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നു. എങ്ങനെയെങ്കിലും ഐമാക്സുകാരോട് പറഞ്ഞിട്ട് ടോപ്പ് ഗൺ മാവറിക്ക് റിലീസ് ചെയ്യിപ്പിക്കണമെന്ന്. ഈ അമ്മാതിരി വിഷ്വൽസ് നമുക്ക് കാണാൻ പറ്റുമെന്ന് ടോപ്പ് ഗൺ മാവറിക്കിൽ. ഇതിനകത്ത് അതിൻ്റെ ഒരു 144p പോലത്തെ സാധനം വരുന്നത്, അത് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ടോപ്പ് ഗൺ മാവറിക്ക് വേറെ ലെവലായിരിക്കും ഐമാക്സിൽ എന്നുള്ളത്. അതൊരു ഫിലിംഡ് ഫോർ ഐമാക്സ് മൂവിയും കൂടിയാണ്. അപ്പോൾ ടോപ്പ് ഗൺ മാവറിക്ക് ഉണ്ട്, സന്തോഷിക്കുക. അപ്പോൾ അത് എന്നെ ഓർമ്മപ്പെടുത്താൻ ഈ സിനിമ സഹായിച്ചു. ഇത്രയേ ഉള്ളൂ. എനിക്ക് ഈ സിനിമയെ പറ്റി വേറെ ഒന്നും പറയാനില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവരവിഞ്ഞ പടമായിട്ടാണ് ഫീൽ ചെയ്തത്. മൂഡ് കളഞ്ഞു. ഇന്ന് ബാക്കിയുള്ള മലയാളം പടം കണ്ടിട്ട് മൂഡ് സെറ്റാക്കണം. ഇനി ഞാൻ ബ്രോമാൻസ് കാണാൻ പോകുന്നുണ്ട്. 15 കണ്ടിട്ട് അഭിപ്രായം ഇട്ടേക്കാം. അത് കഴിഞ്ഞ ശേഷം ദാവീദ് കാണുന്നുണ്ട്, അതിന് ശേഷം പൈങ്കിളി കാണുന്നുണ്ട്. എല്ലാ അഭിപ്രായം ഇന്ന് തന്നെ ഇട്ടേക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ, മൂഡ് പോയി. ഇത്ര പറയാനുള്ളൂ. സ്റ്റീവ് റോജേഴ്സ്, എൻ്റെ പൊന്ന് ക്രിസണ്ണ, നിങ്ങൾ എന്തിനാണ് നിങ്ങൾ പോയത്? ഇവനൊക്കെയാണ് ആ ഷീൽഡ് കൊടുത്തിട്ട് പോയത്. എനിക്ക് സങ്കടം മഞ്ഞു. ഇത്ര പറയാനുള്ളൂ. ബൈ.